ഹലോ ട്രേഡേഴ്സ്, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു MT5 ഫ്രീ എക്സ്പെർട്ട് അഡ്വൈസർ അല്ലെങ്കിൽ ഫ്രീ ട്രേഡിംഗ് ബോട്ടിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, നമ്മൾ നേരത്തെ ഒന്നിലധികം എക്സ്പെർട്ട് അഡ്വൈസേഴ്സ് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, MT5 നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരു പരിധിവരെ പ്രോഫിറ്റബിൾ ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് റിയൽ ലൈഫിൽ അത്ര വലിയ പ്രാധാന്യം നമുക്ക് കൊടുക്കാൻ പറ്റാത്തായിരുന്നു. കാര്യം ഡാർക്ക് വീനസ് എന്നൊക്കെ പറയുന്ന എക്സ്പെർട്ട് അഡ്വൈസർ നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടതാണ് അത് ഏത് രീതിയിലാണ് സ്റ്റോപ്പ് ലോസ് ഒന്നും ഉപയോഗിക്കാതെ ഒരു അക്കൗണ്ട് ബ്ലോ അപ്പിലേക്ക് കൊണ്ടുപോകാൻ അതിന് സാധിക്കുന്നതെന്നൊക്കെ. പക്ഷേ ഈ ഒരു എക്സ്പെർട്ട് അഡ്വൈസർ മൾട്ടിപ്പിൾ ഡേറ്റാ പോയിന്റ്സിൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സെഷൻസിൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സമയങ്ങളിൽ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇക്വിറ്റി ഗ്രാഫാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതാണ് എക്സ്പെർട്ട് അഡ്വൈസർ എന്ന് നോക്കാം. മാർക്കറ്റ് സ്പേസിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കിവിടെ എക്സ്പേർട്സ് സെലക്ട് ചെയ്തു, എന്നിട്ട് ഫ്രീ ആയിട്ടുള്ളത് നോക്കുമ്പോൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ XAUUSD 5 മിനിറ്റ് എന്ന് പേര് കൊടുത്തിട്ടുള്ള ഈ ഒരു എക്സ്പെർട്ട് അഡ്വൈസറിൻ്റെ കാര്യമാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇതിൻ്റെ സ്ട്രാറ്റജി എന്താണെന്ന് ഞാൻ നോക്കിയിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല, അത് റിവെയിൽ ചെയ്തിട്ടുമില്ല. പക്ഷെ നമുക്ക് എന്താണ് ഈ സംഭവം നോക്കിയൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇദ്ദേഹമാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. 4.6 റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു എക്സ്പെർട്ട് അഡ്വൈസറിൻ്റെ ഇതിൽ പറയുന്നത് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള റിയൽ എഡ്ജുള്ള ഒരു EA ഫോർ ഫ്രീ എന്നിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടിയിട്ടുണ്ട്. സ്കാമേഴ്സ് നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്ത് നിങ്ങൾക്ക് ഒരു ചെറിയ ലൈറ്റ്, ഈ ഒരു ഡാർക്ക്നെസ്സിലേക്ക് ഒരു ലൈറ്റ് തരണം എന്നൊക്കെ പറഞ്ഞ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് മൾട്ടി ട്രേഡിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത് മൾട്ടി സിസ്റ്റം ലോജിക് ആണെന്ന് പറയുന്നുണ്ട്. മീൻ റിവേഷൻ സ്ട്രാറ്റജീസ് ഉണ്ടെന്ന് പറയുന്നു, ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടെന്ന് പറയുന്നു, ഇൻട്രാഡേ ട്രേഡിംഗ് ഒക്കെ ഇതിനകത്ത് ഈ ഒരു മെത്തേഡുകളൊക്കെ ഇദ്ദേഹം ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ സ്ട്രാറ്റജിയിൽ ഇദ്ദേഹം പറയുന്നുണ്ട് മൾട്ടിപ്പിൾ സ്ട്രാറ്റജികൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. മൾട്ടിപ്പിൾ സ്ട്രാറ്റജികൾ ഉപയോഗിച്ചിട്ടുള്ള എൻട്രി എക്സിറ്റ് സിസ്റ്റങ്ങളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇദ്ദേഹം ടേക്ക് പ്രോഫിറ്റ് ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. ഒരു സേഫ്റ്റി നെറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. $1000 ക്യാപിറ്റൽ വേണമെന്നാണ് പറയുന്നത്. ഒരു ദിവസം 2 ട്രേഡുകൾ എടുക്കും. VPS ഹൈലി റെക്കമെൻഡഡ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. VPSനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് നേരത്തെ. ഇനി നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാർക്കറ്റ് പ്ലേസ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഗോൾഡിൻ്റെ ചാർട്ടിൽ വന്നു, നമ്മുടെ ബാക്ക് ടെസ്റ്റർ തുറന്നു. ഇത് ഓൾറെഡി ഞാൻ ഈ ഒരു എക്സ്പെർട്ട് അഡ്വൈസറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. $1000 അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ $1000 വെച്ച് നമുക്ക് ആദ്യം ബാക്ക് ടെസ്റ്റ് ചെയ്യാം. പിന്നീട് നമുക്കിത് ലോജിക്കലി അല്ലെങ്കിൽ പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ളൊരു എമൗണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അക്കൗണ്ട് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ, നമ്മുടെ ബാക്ക് ടെസ്റ്റ് സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മൾ സെറ്റിങ്സ് ചെയ്തിരിക്കുന്നത്, നമ്മൾ കൊടുത്തിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് കസ്റ്റം പീരീഡിൽ ജനുവരി 1 തീയതി മുതൽ 2025 ജനുവരി 1 തീയതി മുതൽ 2026 ജനുവരി 13 തീയതി വരെയുള്ള ഒരു വർഷത്തെ പോർഷനാണ് നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. $1000 ആണ് ഇനീഷ്യൽ ഡെപ്പോസിറ്റ്. നമുക്കിവിടെ ഇൻപുട്സ് വളരെ കുറവാണ്, ഇത്രയും ഇൻപുട്സുകൾ മാത്രമേ ഉള്ളൂ. എൻട്രി പോയിന്റ് ലോട്ട് സൈസ് 0.02 ആണ് കൊടുത്തിരിക്കുന്നത്. റിസ്ക് പെർ ട്രേഡ് വേണമെങ്കിൽ എനേബിൾ ചെയ്യാം, അത് ഫോൾസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാതെ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യാൻ പോകുന്നതെന്ന്. ഇത് വളരെ ഗ്രാജുവലായിട്ട് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ഇതിൽ ഗ്രാജുവലായിട്ട് തന്നെ ഗ്രോ ആയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് ഗ്രാഫ് കയറി പോകുന്നത്. ഡ്രോ ഡൗൺ ഒക്കെ വളരെ മിനിമലാണ്. $1000 തുടങ്ങിയിട്ട് ഇത് അവിടുന്ന് ആ ഒരു ലെവലിൽ നിന്ന് താഴേക്ക് പോയിട്ടേ ഇല്ല. നമ്മൾ ഇതുവരെ ചെയ്ത ബാക്ക് ടെസ്റ്റ് ചെയ്ത എല്ലാ എക്സ്പെർട്ട് അഡ്വൈസേഴ്സും ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇത് നമ്മളുടെ ഇനീഷ്യൽ ക്യാപിറ്റലിനേക്കാളും താഴേക്ക് ഡ്രോ ഡൗണിൽ പോയിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇദ്ദേഹത്തിന് ഒരു മാനുവലൊക്കെ ഇദ്ദേഹം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാനുവലൊക്കെ നമുക്ക് ഈ ഒരു ബാക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ട് എന്താണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് എന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. നമുക്കത് നോക്കാം. തൽക്കാലം നമുക്ക് ബാക്ക് ടെസ്റ്റ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് നോക്കാം. അത് 0.02 എന്ന് പറയുന്നത് വളരെ മിനിമം ലോട്ടാണ്. $1000 വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ ലോട്ട് സൈസാണ് 0.02 എന്ന് പറയുന്നത്. നമ്മൾ എന്തായാലും ചെറിയ ലോട്ടിലാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ചെറിയ ക്യാപിറ്റലായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ലോട്ടിൽ തന്നെ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. $1000 ഏറെക്കുറെ $11,000 ഒക്കെ കാണിക്കുന്ന ഒരു വർഷം കൊണ്ട്. ഇത് ഇത്രയും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഞാനിത് കഴിഞ്ഞ ദിവസം എക്സ്പ്ലോർ ചെയ്യുന്നതിനിടയ്ക്ക് അവിചാരിതമായിട്ട് കണ്ടതാണ്. അപ്പോൾ കണ്ട സമയത്ത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ അത് നല്ല ഒരു റിസൾട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. നമ്മളുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആരെങ്കിലുമൊക്കെ ഇത് ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. ബാക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് നല്ല സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് പെർഫോം ചെയ്യാൻ പോകുന്നതെന്ന്. ബാക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ബാക്ക് ടെസ്റ്റിൽ റിസൾട്ട് നോക്കാം. നമുക്ക് $1000 ആയിരുന്നു ഇനീഷ്യൽ ഡെപ്പോസിറ്റ്. നെറ്റ് പ്രോഫിറ്റ് $13,255 ഒരു പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. അത് എത്രത്തോളം റിയൽ ലൈഫിൽ കിട്ടുമെന്നറിയില്ല. നമുക്കിതൊരു ഡെമോ അക്കൗണ്ടിൽ എന്തായാലും ഇത്
നമുക്ക് ഡിപ്ലോയ് ചെയ്ത് നോക്കാം റിയൽ മാർക്കറ്റ് കണ്ടീഷൻസിൽ. ഒരു വർഷം കൊണ്ടാണ് ഇത്രയും പ്രോഫിറ്റ് കാണിക്കുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് 30,000 വന്നിട്ടുണ്ട്. പക്ഷേ ഗ്രോസ് ലോസും കൂടെ കഴിഞ്ഞിട്ട് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇത്രയാണ്. 1.79 പ്രോഫിറ്റ് ഫാക്ടർ ഉണ്ട്. അത് നല്ലൊരു നമ്പേഴ്സാണ്. റിക്കവറി ഫാക്ടർ 11.36 ഉണ്ട്. അതും നല്ലൊരു നമ്പറാണ്. ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് ഒരു വർഷത്തിൽ ആകെ 767 ട്രേഡുകൾ മാത്രമേ തന്നിട്ടുള്ളൂ. അതായത് ഒരു ദിവസം പ്രോക്സി 2 ട്രേഡുകളാണ് മാക്സിമം വന്നിട്ടുള്ളൂ. അതും നല്ലൊരു കാര്യമാണ്. കാര്യം നമ്മൾ ഈ വലിയ പ്രോഫിറ്റുകൾ കാണിക്കുമ്പോൾ നമ്മൾ നേരത്തെ പല വീഡിയോയിലും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈ സ്പ്രെഡും കോസ്റ്റും വന്നു കഴിയുമ്പോഴത്തേക്കും ആ പ്രോഫിറ്റൊക്കെ മുങ്ങിപ്പോകുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ഡ്രോ ഡൗൺ അബ്സല്യൂട്ട് എന്ന് പറയുന്നത് 0 ആണ്. അത് വലിയ ഒരു നമ്പറാണ്. അപ്പം എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇത് ഫ്രീ ആയിട്ട് തരുന്നത് എന്ന് പറയുന്നുണ്ട്. നമുക്കതിന് അതറിയാൻ വേണ്ടി നമുക്ക് മാർക്കറ്റിൽ പോയിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആ എക്സ്പെർട്ട് അഡ്വൈസറിൽ പോയി നോക്കാം. അതിനകത്ത് ഇദ്ദേഹം ഒരു ചെറിയ ഡോക്കറ്റ് പോലെ അല്ലെങ്കിൽ ഒരു മാനുവൽ പോലത്തെ ഒരു സാധനം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് അതിൽ പറയുന്നത് നോക്കാം. ഈ ഒരു ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഡോക്യുമെൻ്റ് നമുക്ക് തുറന്നു വരും. ആ ഡോക്യുമെൻറ്റിൽ ഇദ്ദേഹം പറയുന്നത് ഇതാണ് ആ ഡോക്കറ്റ്. ബിഗിനേഴ്സ് സെക്ഷനിൽ എങ്ങനെയൊക്കെയാണത് ഒരു ജനറൽ ചാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ലോജിക്, എക്സ്പ്ലനേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഒരു സാധാരണ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു എക്സ്പെർട്ട് അഡ്വൈസറിൻ്റെ ഗ്രാഫ് ഇതുപോലെ ആയിരിക്കും. അത് ഓവറോൾ 12 മാസങ്ങളിൽ 10 മാസം പ്രോഫിറ്റബിൾ, 2 മാസം ഡ്രോ ഡൗൺ എന്നുള്ളൊരു രീതിയിലായിരിക്കും. മറ്റൊരു ചിലപ്പോൾ ഈ 2 മാസം പ്രോഫിറ്റബിൾ, ബാക്കിയുള്ള 10 മാസം ലോസ് എന്നുള്ള ഒരു കൺസെപ്റ്റിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു അപ്രോച്ചിൽ ഈ ഇത്തരത്തിലുള്ള ഒന്നിലധികം എക്സ്പെർട്ട് അഡ്വൈസറിനെ കമ്പൈൻ ചെയ്തിട്ട് ഓവറോൾ എല്ലാ മാസത്തിലും പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് പോകാനുള്ള തരത്തിലാണിത് ഇദ്ദേഹം ഡെവലപ്പ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്തിനാണ് ഇദ്ദേഹം ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇദ്ദേഹം ഒരു ബിഗിനർ ആയിരുന്ന സമയത്ത് ഇത്തരത്തിൽ എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിലും എന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ കിട്ടിയില്ല. അപ്പോൾ ഇദ്ദേഹം പിന്നീട് ഒരു പ്രോ ലെവൽ ഡെവലപ്പർ ആയതിനു ശേഷം ഇദ്ദേഹത്തിന് നല്ലൊരു എക്സ്പെർട്ട് അഡ്വൈസർ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് എന്നതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഒന്നിലധികം എക്സ്പെർട്ട് അഡ്വൈസേഴ്സ് കമ്പയർ ചെയ്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ സ്ട്രാറ്റജി റിവൈൽ ചെയ്യാത്തത് എന്ന് പറയുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് എന്ന് വെച്ചാൽ, ഇതിൻ്റെ സ്ട്രാറ്റജി റിവൈൽ ചെയ്ത് കഴിഞ്ഞാൽ അതെടുത്ത് മറ്റുള്ള ആളുകൾ അത് വെച്ച് ഇത്തരത്തിൽ ഒരു എക്സ്പെർട്ട് അഡ്വൈസർ ബിൽഡ് ചെയ്തിട്ട് അത് എമൗണ്ടിൽ സെൽ ഓഫ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇദ്ദേഹം ഇതിനകത്ത് ഇൻപുട്ടുകളൊക്കെ ഏറ്റവും മിനിമലാക്കി വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഇൻപുട്ട് സെഷൻ നോക്കിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏറെക്കുറെ എന്തൊക്കെ ടൂൾസാണ് ഒരു പർട്ടിക്കുലർ എക്സ്പെർട്ട് അഡ്വൈസറിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ അതൊന്നും ഇദ്ദേഹം ചെയ്തിട്ടില്ല. നമ്മൾ കണ്ടതാണ്, അതിൻ്റെ ഇൻപുട്ട് സെഷനൊക്കെ വളരെ മിനിമലാണ്. എനിക്കിത് ജെന്യൂൻ ആയിട്ടാണ് തോന്നുന്നത് കണ്ടിട്ട്. നമുക്ക് എന്തായാലും റിയൽ മാർക്കറ്റിൽ ഒരു ഡെമോ അക്കൗണ്ടിൽ ഇത് ഡിപ്ലോയ് ചെയ്ത് നോക്കണമെന്നുണ്ട്. എന്തായാലും അത് ഡിപ്ലോയ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ഞാൻ ഷെയർ ചെയ്യാം. നമുക്ക് എന്തായാലും ഇത് വേറൊരു സെറ്റിങ്സിൽ പോയിട്ട് നമുക്കിത് മറ്റൊരു രീതിയിലും കൂടെ, ഇതിപ്പോൾ ഒരു 5 മിനിറ്റ്സിലാണ് ഇതിങ്ങനെ വർക്ക് ചെയ്തിരിക്കുന്നത്. 5 മിനിറ്റ്സിൽ 2025 ജനുവരി മുതൽ 2026 ജനുവരി വരെയുള്ള 1 ഇയറാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തത്. നമുക്കിത് റീസെൻറ്റ് ടൈമിൽ എങ്ങനെയാണ് വർക്ക് ചെയ്തത് എന്ന് നോക്കാം. നമുക്കൊരു സെപ്റ്റംബർ മുതൽ ജനുവരി വരെയുള്ള ഒരു 4-5 മാസത്തെ ഗ്യാപ്പിൽ എങ്ങനെയാണ് ഇത് പെർഫോം ചെയ്തിരിക്കുന്നത് നോക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ ഈ $1,000 എന്നുള്ളത് കുറച്ചിട്ടൊരു $500 ഇത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അന്നേരം എങ്ങനെയാണ് റിസൾട്ട് എന്നും കൂടെ നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. ഇതിപ്പോൾ നടക്കുന്നത് സെയിം $1,000 തന്നെ സെപ്റ്റംബർ മുതലുള്ള കാലഘട്ടമാണ്. ഈ ഒരു കഴിഞ്ഞൊരു 3-4 മാസത്തെ നമ്മൾ ഒരുപാട് പാസ്റ്റിൽ പോയി ചെയ്തിട്ട് കാര്യമില്ല. കാര്യം ആ ഒരു മാർക്കറ്റ് കണ്ടീഷനൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഈ ഒരു ഗോൾഡിൻ്റെ പ്രൈസ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ വോളറ്റാലിറ്റിയും അതിൻ്റെ കാര്യങ്ങളൊക്കെ വ്യത്യാസം വരും. പിന്നെ നമ്മൾ ഒരുപാട് പഴയ ഡേറ്റ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഈ റീസെൻ്റ് ആയിട്ടുള്ള ഒരു റീസെൻറ്റ് കണ്ടീഷൻസിലൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇതും ഗ്രാജുവലി ഗ്രോയിങ് തന്നെയാണ്. നമ്മൾ $1,000 തുടങ്ങിയിട്ട് അറൗണ്ട് $3,000 ഇപ്പോൾ റൺ ചെയ്യുന്നത്. വലിയ 0.02 ആണ് നമ്മുടെ ലോട്ട് സൈസ്. ഒട്ടും തീരെ റിസ്ക് കുറഞ്ഞ ഒരു സാഹചര്യത്തിലാണിത് വർക്ക് ചെയ്യുന്നത്. ചില ദിവസങ്ങളിലൊക്കെ ഇത് ഡ്രോ ഡൗണിൽ പോയിട്ടുണ്ടെങ്കിൽ കൂടി ഗ്രാജുവലി ഒരു അപ്സൈഡ് തന്നെയാണ് ഇതിൻ്റെ ഒരു ഇക്വിറ്റി ഗ്രാഫ് കാണിക്കുന്നത്. ഈ ഒരു ഗ്രീൻ കളർ നമ്മൾ പറഞ്ഞു, ഈ ഗ്രീൻ കളർ കാണിക്കുന്നത് ലൈവ് ഇക്വിറ്റിയും ഇത് ബാലൻസും ആണ്. അതായത് ഒരു ട്രേഡ് എടുത്തു കഴിയുമ്പോൾ ട്രേഡ് പ്ലസ് മൈനസ് പോകുന്നതനുസരിച്ച് ഈ ഒരു ഗ്രീൻ ലൈനും അത് ക്ലോസ് ചെയ്തിട്ടുള്ള പ്രൈസ് അല്ലെങ്കിൽ ആ ബാലൻസ് ആണ് ഈ ഒരു ബ്ലൂ ലൈനും കാണിക്കുന്നത്. ഇതിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഈ ഗ്രീൻ ലൈൻ അധികം ഡ്രോ ഡൗണിലേക്കൊന്നും പോയിട്ടില്ല. വലിയ ഡ്രോ ഡൗണുകൾ വരുമ്പോഴാണ് കൊണ്ട് അടിച്ചു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാകുന്നത്. ഇത് മാക്സിമം ടൈമിലും ഈ ഗ്രീൻ ലൈൻ ബ്ലൂ ലൈൻ്റെ മേലെ തന്നെയാണ് നിൽക്കുന്നത്. അതായത് ട്രേഡ് എടുത്തതിന് ശേഷം അത് അപ്സൈഡ് തന്നെയാണ് മാക്സിമം ടൈമും നിൽക്കുന്നത്. നെഗറ്റീവിലേക്ക് അധികം സമയം വന്നിട്ടില്ല. വരുമ്പോഴൊക്കെ അത് സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്തിട്ട് കയറി പോകുന്നുണ്ട്.
അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പെർട്ട് അഡ്വൈസർ ആണെന്ന്. നമുക്കിത് കഴിഞ്ഞിട്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ടൊരു $100 ഒരു അക്കൗണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിലെങ്ങനെയാണ് ഇത് പെർഫോം ചെയ്യുന്നത് നോക്കാം. $100 സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു $200 ഒക്കെ റിയൽ അക്കൗണ്ട് ചിലപ്പം ഡിപ്ലോയ് ചെയ്യാൻ പറ്റിയിരിക്കും. അതിന് മുമ്പ് നമ്മൾ എന്തായാലും ഒരു ഡെമോ അക്കൗണ്ടിൽ ഒരു VPS ഹോസ്റ്റ് ചെയ്തിട്ട് ലൈവ് മാർക്കറ്റിൽ കണ്ടിന്യൂസ് 24/7 നമ്മളിത് ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് നോക്കാം, നമുക്ക് റിയൽ മണി ഡിപ്ലോയ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു എക്സ്പെർട്ട് അഡ്വൈസർ ഫ്രീ ആയിട്ട് ഇത്തരത്തിൽ ഇക്വിറ്റി കർവ് കാണിക്കുന്ന ഒരു എക്സ്പെർട്ട് അഡ്വൈസർ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. അപ്പോൾ ഇത് കണ്ടപ്പം വളരെ എക്സൈറ്റഡ് ആയിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാനിത് ഇവിടെ ഷെയർ ചെയ്യാമെന്ന് വെച്ചത്. പ്രാക്ടീസ് കുറച്ച് സമയം എടുക്കും, എന്നാലും നമുക്ക് നോക്കാം. കുറേ സമയമൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാനത് കളഞ്ഞോളാം, കുറച്ചുകൂടി കട്ട് ഷോട്ട് ചെയ്തിട്ടായിരിക്കും കാണിക്കുക, ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി. ഓക്കെ, ബാക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് ടെസ്റ്റ് റിസൾട്ട് നോക്കുമ്പോഴും കഴിഞ്ഞ 3 മാസത്തെ റിസൾട്ട് $1,000 തുടങ്ങിയത് $4,323 പ്രോഫിറ്റാണ് കാണിക്കുന്നത്. അത് നല്ലൊരു സംഭവമാണ്. ബാലൻസ് ഡ്രോ ഡൗൺ അബ്സല്യൂട്ട് എന്ന് പറയുന്നത് 10.11, കുഴപ്പമില്ലാത്തൊരു നമ്പറാണത്. ഇത് പെർസെൻറ്റേജ് അല്ല, ഇത് ഡോളേഴ്സിലാണ്. അപ്പോൾ $10 ഡ്രോ ഡൗൺ പോകുന്നത് വലിയൊരു കാര്യമൊന്നുമല്ല. ഇവിടെയാണെങ്കിലും പ്രോഫിറ്റ് ഫാക്ടറൊക്കെ 1.53 ഉണ്ട്, റിക്കവറി ഫാക്ടർ 3.81 ഉണ്ട്. നല്ല നമ്പേഴ്സാണ്. 317 ട്രേഡുകളാണ് കഴിഞ്ഞ 5 മാസം കൊണ്ട് എടുത്തിരിക്കുന്നത്. അതും വളരെ ചുരുക്കമായിട്ടുള്ള ട്രേഡുകൾ, 1-2 ട്രേഡുകളാണ് ഒരു ദിവസം എടുക്കുന്നുള്ളൂ. ഏറ്റവും ബിഗ്ഗസ്റ്റ് ലോസ് ട്രേഡ് എന്ന് പറഞ്ഞാൽ $69 ഒരു ട്രേഡാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് ലോസ് പോയിരിക്കുന്നത്. ഏറ്റവും വലിയ പ്രോഫിറ്റബിൾ ട്രേഡ് 288 ഒരു ട്രേഡാണ്. അത് കമ്പാരിറ്റീവ്ലി വളരെ വലുതാണ്. കൺസിക്യൂട്ടീവായിട്ട് 11 ലോസ് പോയിട്ടുണ്ട്. അറൗണ്ട് $600 ലോസാണ് കൺസിക്യൂട്ടീവായിട്ട് പോയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ഇദ്ദേഹം $1,000 മിനിമം എങ്കിലും ബാലൻസ് വെക്കണം എന്ന് പറയാൻ കാരണം. അല്ല, നമ്മൾ ചെറിയ അക്കൗണ്ടിലൊക്കെ തുടങ്ങുമ്പോൾ ഈ $600 പോകുമ്പോൾ അത് ഇപ്പം തന്നെ തട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കും $1,000 മിനിമം വെക്കണം എന്ന് പറയാൻ കാരണം. കൺസിക്യൂട്ടീവ് വിൻസ് കിട്ടിയിരിക്കുന്നത് 12 എണ്ണമാണ്. അത് $1,000 മുകളിൽ ആ ഒരു 12 ട്രേഡുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത് ഒരു കുറച്ചുകൂടി ചെറിയൊരു അക്കൗണ്ട് സൈസ് വെച്ച് നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. $100 അക്കൗണ്ടാണ്. നമുക്കിത് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ പ്രാക്ടിക്കലായിട്ട് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാനാണ്. ഈ 600 ഡ്രോ ഡൗൺ പോയ ആ ഒരു ടൈമിൽ തന്നെയാണ് നമ്മളിത് ചെയ്ത് നോക്കാൻ പോകുന്നത്. കാര്യം ഈ ഒരു $100 സർവൈവ് ചെയ്യുകയാണെങ്കിൽ, ഇല്ല, സർവൈവ് ചെയ്തില്ല, $100 തട്ടിപ്പോയി. നമുക്കൊരു $100 പണി നടക്കില്ല. നമുക്ക് ടൈം ഫ്രെയിം മാറ്റിയിട്ടൊന്ന് നോക്കി നോക്കാം. ജനുവരി മുതലുള്ള സമയത്ത് ഈ $100 എങ്ങനെയാണ് സർവൈവ് ചെയ്യാൻ പോകുന്നത്. ജനുവരി 1 തീയതി മുതൽ 2025 ജനുവരി 1 മുതൽ 2026 ജനുവരി വരെ ഈ $100 എങ്ങനെ പെർഫോം ചെയ്യുന്നതെന്ന് നോക്കാം. ആ $100 സർവൈവ് ചെയ്ത് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും അടിച്ചു വരാനുള്ള സാധ്യതയില്ല. എന്നാലും നമുക്ക് നോക്കാം എത്രത്തോളം ആണിത് റിട്ടേൺ തരാൻ പോകുന്നതെന്ന്. അതൊരു ലക്ക് ഫാക്ടറാണ്. $100 ഒക്കെ ഇട്ടിട്ട് അത് ആദ്യത്തെ കുറച്ച് ട്രേഡുകൾ സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കയറിപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. ജനുവരി മുതൽ നോക്കി കഴിയുമ്പോൾ ഇത് സർവൈവ് ചെയ്യുന്നുണ്ട്. അത് കഴിയുമ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. $100 ഇട്ടിട്ട് ലാസ്റ്റ് ഡിസംബർ മാസത്തിൽ എങ്ങനെയാണ് ഇത് പെർഫോം ചെയ്തതെന്ന്. അതോടെ കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഇപ്പോൾ 600 മൈനസ് ആണ് മാക്സിമം കാണിച്ചത് ഇതുവരെ. അത് ഡ്രോ ഡൗൺ കഴിഞ്ഞ ഒരു ചെറിയ ഷോർട്ട് പീരീഡിൽ. പക്ഷേ 600 മൈനസ് കാണിച്ചിട്ട് കൂടി അറൗണ്ട് $4,000 പ്രോഫിറ്റാണ് കഴിഞ്ഞ ബാക്ക് ടെസ്റ്റിൽ നമുക്ക് കിട്ടിയത്. ഏറെക്കുറെ 9,000 അടുത്തുള്ള ഒരു എമൗണ്ടൊക്കെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ. ഇതിൻ്റെ റിസൾട്ട് മിക്കവാറും നമ്മൾ ആ ഒരു $1,000 നോക്കിയല്ലോ, ആ ഒരു റിസൾട്ട് തന്നെ ആയിരിക്കും കാണിക്കാൻ സാധ്യത. കാര്യം നമ്മൾ ലോട്ട് സൈസൊക്കെ സെയിം ആണ്, അക്കൗണ്ട് സൈസ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അപ്പോൾ പ്രോഫിറ്റ് ഫാക്ടർ കാര്യങ്ങളൊന്നും മാറാനുള്ള ഒരു ചാൻസ് ഇല്ല. അപ്പോൾ കുറച്ചുകൂടി സേഫറായിട്ട് $1,000, കുറച്ച് റിസ്കിയറായിട്ട് $100 ആണ്. അപ്പോൾ ആദ്യത്തെ ഒരു കുറച്ച് ട്രേഡുകൾ സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അക്കൗണ്ട് സർവൈവ് ചെയ്യാൻ സാധ്യതയുണ്ട്. $100 0.01 ഇട്ടാൽ മതിയായിരുന്നു. വലിയ നമ്പറുകളാണ് കാണിക്കുന്നത്. എന്ത് തന്നെ ആയാലും നമ്മൾ ഇത്രയും നാളും ബാക്ക് ടെസ്റ്റ് ചെയ്തതിൽ ഏറ്റവും നല്ല റിസൾട്ടാണ് ഇത് കാണിക്കുന്നത്. സ്ട്രാറ്റജി ഒന്നും അറിയില്ലെങ്കിൽ കൂടി ബാക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് ആയി. പറഞ്ഞ പോലെ തന്നെയാണ് 13,255. നമ്മൾ $1,000 ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പം കണ്ട സെയിം റിസൾട്ട് തന്നെയാണ്. നമുക്ക് ലാസ്റ്റായിട്ട് ഈ കഴിഞ്ഞ ഒരു മാസം ഇത് എങ്ങനെയാണ് പെർഫോം ചെയ്തത് എന്നും കൂടി നോക്കാം. ഡിസംബർ മാസത്തിൽ ഇത് എങ്ങനെയാണ് പെർഫോം ചെയ്തത്. ഡിസംബർ 1 തീയതി മുതൽ ജനുവരി 13 തീയതി വരെ $100 അക്കൗണ്ട് നമുക്ക് സെറ്റിങ്സിൽ പോയിട്ട് 0.01 കൊടുത്ത് നോക്കാം. 0.01 റിസ്ക് പെർ ട്രേഡ് നമ്മൾ ഫോൾസ് ആണ് വെച്ചിരിക്കുന്നത്. അത് ഓണാക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് റിസൾട്ട് മോശമായിരുന്നു. ഗ്രോയിങ് ആണ്, ഇല്ല, അക്കൗണ്ട് അടിച്ച് പോയി. ആദ്യം ഒന്ന് കയറി വന്നായിരുന്നു 230 വരെയൊക്കെ പോയിട്ടത് പിന്നെ ഡോളറിലേക്ക് പോയി. വലിയ അക്കൗണ്ടുകൾ മാത്രമാണ് നടക്കുള്ളൂ എന്ന് തോന്നുന്നു. ഒരു $200 കൂടെ ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. $200 അക്കൗണ്ട് ഡിസംബർ.
ഇല്ല, അതും ഡ്രോ ഡൗണിലേക്ക് പോയി. ചില മാസങ്ങളിൽ ഡ്രോ ഡൗൺ ആണെന്ന് പറഞ്ഞല്ലോ, ചിലപ്പോൾ ഈ മാസമായിരിക്കും അത്. $1000 അക്കൗണ്ട് എടുത്തിട്ട് നമുക്ക് ഒരു $1000 അക്കൗണ്ട് ആണല്ലോ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. $1000 അക്കൗണ്ട് എടുത്ത് നമുക്ക് ഡിസംബർ മുതൽ ഒന്നുകൂടെ ലാസ്റ്റ് ബാക്ക് ടെസ്റ്റ് കഴിഞ്ഞ് നമുക്ക് ഇന്നത്തേക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. 0.01 തന്നെ എടുക്കട്ടെ. ഡ്രോ ഡൗണിൽ പോയിരുന്നു. ഇത് അറൗണ്ട് ഒരു $500 ഡ്രോ ഡൗൺ കാണിച്ചു. അതിനുശേഷം അത് റിക്കവർ ആവുന്നുണ്ട്. സംഗതി റിയലാണ്. നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടൊരു $1000 അക്കൗണ്ട് ഉണ്ടെങ്കിലേ ഇത് നമുക്ക് ഡിപ്ലോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ചെറിയ അക്കൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് അക്കൗണ്ട് തട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരുപക്ഷെ നമുക്ക് മറ്റേ സെൻഡ് അക്കൗണ്ടിലൊക്കെ ഇത് ഡിപ്ലോയ് ചെയ്യാൻ പറ്റിയേക്കും. നമുക്ക് സെൻഡ് അക്കൗണ്ട് എന്താണെന്ന് അറിയാമല്ലോ അല്ലേ. XNS ഒക്കെ സെൻഡ് അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു $10 ഡെപ്പോസിറ്റ് കാണിക്കുമ്പോൾ 1000 സെൻസ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ലോട്ട് സൈസ് ഒക്കെ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൽ കുറച്ചുകൂടി മൈക്രോ ആയിട്ടുള്ള ലോട്ടൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ ചിലപ്പം നമുക്ക് ചെറിയ ക്യാപിറ്റലിൽ ഡിപ്ലോയ് ചെയ്യാൻ പറ്റിയേക്കും. പക്ഷെ അതിന് മുമ്പ് നമുക്കിതൊന്ന് റിയൽ മാർക്കറ്റിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുശേഷം മാത്രം നമുക്ക് റിയൽ മണി ഡിപ്ലോയ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് കടക്കാം. എന്തായാലും $500 ഡ്രോ ഡൗൺ ഇതുണ്ട്. 0.01 വെച്ചിട്ട് തന്നെ $500 ഡ്രോ ഡൗൺ ഒരു മാസത്തിൽ തന്നെ വന്നു. അതിനുശേഷം റിക്കവർ ആവുന്നുണ്ട്. ബട്ട് സ്റ്റിൽ $500 ഡ്രോ ഡൗൺ ഉണ്ട്. 500 എന്ന് പറയുമ്പോൾ അറൗണ്ട് ഒരു $45,000 വരുന്നുണ്ട്. ചെറിയ എമൗണ്ട് അല്ല. പിന്നെ ബാക്ക് ടെസ്റ്റ് റിസൾട്ടിന് മാത്രം റിലേ ചെയ്ത് നമുക്ക് റിയൽ മണി ഡിപ്ലോയ് ചെയ്യാനും പറ്റില്ല. എസ്പെഷ്യലി നമുക്ക് ഇതിൻ്റെ സ്ട്രാറ്റജി കാര്യങ്ങളൊന്നും അറിയാത്ത സ്ഥിതിക്ക്. അപ്പോൾ ഈ ഒരു 1 മന്തിലത്തെ $1000 കൊണ്ടുള്ള ബാക്ക് ടെസ്റ്റും കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ അറൗണ്ട് $371 ഒരു പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. കുറവല്ല, നല്ല പ്രോഫിറ്റ് തന്നെയാണ്. $300 $1000 $300 എന്ന് പറയുമ്പോൾ തന്നെ അത് അറൗണ്ട് 30% ആയിട്ടുണ്ട്. റിക്കവറി ഫാക്ടർ കുറച്ച് കുറവാണ് ഈ മാസം. എന്നാലും കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ 111 ട്രേഡുകൾ എടുത്തിട്ടുണ്ട് ഈ മാസം. ഇപ്പോൾ ഒരു ദിവസം ഏറെക്കുറെ 2-3 ട്രേഡ് വരെയൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാലും അധികം ട്രേഡുകളൊന്നുമില്ല. ഏറ്റവും വലിയ ലോസ് എന്ന് പറയുന്നത് $32 ഒരു ട്രേഡാണ്, വിച്ച് ഇസ് നോർമൽ. ഏറ്റവും വലിയ പ്രോഫിറ്റബിൾ ട്രേഡ് എന്ന് പറഞ്ഞാൽ $100 ആണ്. കൺസിക്യൂട്ടീവ് ലോസസ് 11 ഉണ്ട്, $310. കൺസിക്യൂട്ടീവ് വിൻസ് $306 കൺസിക്യൂട്ടീവ് വിൻ വന്നിട്ടുണ്ട്. ഇനി ഇതായിരുന്നു ആ ഒരു എക്സ്പെർട്ട് അഡ്വൈസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബാക്ക് ടെസ്റ്റ് റിസൾട്ടുകളും. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ചാനലിൽ എത്തിക്കുക. ഇത്തരത്തിലുള്ള വീഡിയോകൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. മറ്റെന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അതും കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.